ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഡോക്ടറോട് കാര്യമായിട്ട് സംസാരിക്കുകയാണ് മഹേഷ്. കാരണം ഇഷിതയ്ക്ക് ഇന്നേ വരെ വരാത്തൊരു തലകറക്കം വന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനൊരു സംശയം. അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡൗട്ട്. അപ്പോൾ ഇഷിതയാണെങ്കിൽ ഇത് എന്താ അമ്മേ, കുറേ നേരം ആയാലും മഹേഷ് ഡോക്ടറെ മാറ്റി നിർത്തി എന്തൊക്കെയോ ഇവിടുന്ന് ഇങ്ങനെ പെറുപിറുക്കുന്നു. എന്താ ഇതിന് മാത്രം സംസാരിക്കാനായിട്ട്? എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇനിയുള്ള ടെസ്റ്റ് മുഴുവൻ മഹേഷ് ഡോക്ടറെ കൊണ്ട് നടത്തിക്കും, എന്നിട്ടേ എന്നെ ഇവിടെ നിന്ന് വിടുകയുള്ളൂ. ഈ മഹേഷിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് അമ്മേ? മഹേഷിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ഇഷിത, അതിനെന്തിനിങ്ങനെ ടെൻഷൻ ആവുന്നത് എന്നൊക്കെ ഇഷിതയോട് പറയാം. അപ്പോഴാണ് മഹേഷും ഡോക്ടറും കൂടി അങ്ങോട്ട് വരുന്നത്. ഇഷിത, ഇപ്പം എങ്ങനെയുണ്ട് ഡോക്ടർ? എനിക്കൊന്നുമില്ല ഡോക്ടർ, എനിക്ക് ഒന്ന് പോകണം എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യടാ, അതെ ഡോക്ടർ ഇവിടുത്തെ സിഒക്കെ ആയിരിക്കും, പക്ഷേ ഇപ്പോൾ ഡോക്ടർ എൻ്റെ പേഷ്യൻ്റാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഡോക്ടറുടെ ചില ടെസ്റ്റുകളൊക്കെ നടത്താനുണ്ട്. എനിക്ക് തോന്നിയായിരുന്നു ഇതായിരിക്കും രണ്ടുപേരും കൂടി ഇന്ന് സംസാരിച്ചല്ലേ. ഇത്ര നേരം കിടന്ന് പിറുപിറുക്കായിരുന്നല്ലോ. അതെ, ചില ടെസ്റ്റുകളൊക്കെ നടത്തണമല്ലോ, അല്ലെങ്കിലും ഇനി എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു തലകറക്കം വന്നതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ടത് അറിയണ്ടേ. അപ്പോൾ സിസ്റ്ററെ, ഇഷിതയുടെ യൂറിനും ബ്ലഡും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ, പിന്നെ ബി പിയും കറക്റ്റൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് പറയാം. ശരി ഡോക്ടറെ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഡോക്ടർ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെങ്കിൽ മഹേഷിനോട് ഇഷിത പറയുകയാണ്, മഹേഷിന് സമാധാനമായല്ലോ. ഇതിനു വേണ്ടിയല്ലേ മഹേഷ് എന്നോട് പിടിച്ചു കിടത്തിയിരിക്കുന്നത്. മഹേഷ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ശുശ്രൂഷിച്ചതുപോലെ എന്നെ ഹോസ്പിറ്റലിൽ കിടത്തി മഹേഷിന് ശുശ്രൂഷിക്കണം. അതിനു വേണ്ടിയല്ലേ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്യുന്ന മഹേഷ്. അങ്ങനെ തന്നെ വേണമെങ്കിൽ കരുതിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയൊക്കെ ഇങ്ങനെ വരിക. അപ്പോൾ ഇത് ശ്രദ്ധിക്കുകയായിരുന്നു പ്രിയാമണി. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് പ്രിയാമണിക്ക് ഒരു ഡൗട്ട്, ഇതെന്താ മഹേഷിൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം, അപ്പം എന്തോ സംതിങ് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പ്രിയാമണി ചിന്തിക്കുക. അങ്ങനെ പ്രിയാമണി ആണെങ്കിൽ ശരി മോള് റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞുകൊണ്ട് പ്രിയാമണി പുറത്തേക്ക് ഇറങ്ങി പോവുക. അങ്ങനെ മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇരുന്ന് ഇഷിതയെ ഒന്നും തലോടുകയാണ്. മഹേഷേ വേണ്ട, റൊമാൻസ് ഇനി ഇവിടെ വേണ്ട കേട്ടോ. അപ്പം മഹേഷ് കൈയെടുത്ത് മാറ്റുക. കണ്ടോ, എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയപ്പോൾ മഹേഷിന് സമാധാനമായില്ലേ? ഞാൻ ഡ്യൂട്ടിക്ക് കയറേണ്ടതായിരുന്നു, ഇപ്പോൾ എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയിരിക്കുക. ഒരാവശ്യമില്ലാതെ എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയിരിക്കുന്നത്. എന്നൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു മഹേഷേ? താൻ വെയിറ്റ് ചെയ്യടോ, തന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്യട്ടേന്നേ ഫുള്ള്. ഇനി ഇങ്ങനെ വരാൻ പാടില്ലല്ലോ, പിന്നെ ഇങ്ങനെ വരാൻ പാടില്ല, ഒന്നും മിണ്ടാതിരിക്കും മഹേഷേ. അങ്ങനെ നമ്മുടെ പ്രിയാമണി നേരെ ആഷിതയെ വിളിക്കുകയാണ്. മോളെ നീ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എന്താ അമ്മേ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഒരു കാര്യം പറയാനുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. അയ്യോ അച്ഛൻ എന്ത് പറ്റി അമ്മേ? ഒന്നും മിണ്ടായിരിക്കുക, അച്ഛനല്ല ഇഷിതയ്ക്ക്. അയ്യോ ഇഷിതയ്ക്ക് എന്താ പറ്റി അമ്മേ? അവൾക്കേ ചെറിയൊരു തലകറക്കം, അങ്ങനെ തലകറങ്ങി അവൾ വീണായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അയ്യോ എന്താണ് പെട്ടെന്നൊരു തലകറക്കം വന്നത്? എനിക്കൊരു സംശയമൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് ഡോക്ടറെ മാറ്റി നിർത്തി മഹേഷ് എന്തൊക്കെയോ സംസാരിക്കുന്നു, അങ്ങനെ ടെസ്റ്റുകളെല്ലാം നടത്താൻ പറയുന്നു. മഹേഷിൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇഷിതയ്ക്ക് വിശേഷമുണ്ടെന്ന്. അമ്മേ സത്യമാണോ അമ്മേ പറയുന്നത്? ഇഷിതയ്ക്ക് വിശേഷമുണ്ടോ? അല്ല, ടെസ്റ്റുകൾ നടത്തിയില്ല. എൻ്റെ ഒരു വിശ്വാസമാണ്, മഹേഷിൻ്റെ മുഖത്തെ ആ സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ വിശേഷമുള്ളത് തന്നെയായിട്ടാണ് തോന്നുന്നത് മോളെ. ആണോ അമ്മേ? അങ്ങനെയാണെങ്കിൽ ദൈവമേ, ദൈവം കാത്തു. എൻ്റെ അനിയത്തി എത്രയോ കഷ്ടപ്പെട്ടതാ, എല്ലാവരുടെയും ചീത്തവാക്കുകളൊക്കെ കേട്ടതല്ലേ എൻ്റെ അനിയത്തി. ഇപ്പോൾ അവൾക്കൊരു നല്ലൊരു വിശേഷം വന്നിരിക്കുകയല്ലേ? അതേ മോളെ, വിശേഷം വന്നിട്ടുണ്ട് മോളെ. അമ്മേ ലാസ്റ്റ് ഒടുവിൽ റിസൾട്ട് വരുമ്പോൾ ഇതൊന്നും ഇല്ലാതെ ആവരുത്, കരയേണ്ട അവസ്ഥ വരരുത്. നീ ഒന്ന് പോടി. എൻ്റെ മോൾക്ക് വിശേഷമുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെ. അതുമാത്രമല്ല മഹേഷും അത്രയ്ക്ക് സന്തോഷിച്ച് എന്നെ ഇരിക്കുന്നത്. അമ്മ അതിന് മഹേഷ് ചേർന്ന് എണീറ്റതല്ലേ ഉള്ളൂ, അതിനു മുമ്പോ? എടി നമ്മളോട് അവൾ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ രണ്ടുപേരും ഒന്നായി എന്നൊക്കെ? അത് വെറുതെ പറഞ്ഞല്ല. അപ്പോൾ ഇഷിതയ്ക്ക് വിശേഷമുണ്ട് മോളെ.
എനിക്കത് പൂർണ്ണ വിശ്വാസമായിപ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അമ്മേ എന്തായാലും റിസൾട്ട് വരുമ്പോൾ എന്നെ വിളിക്കണേ അമ്മേ, ഉറപ്പായിട്ടും വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക. പ്രിയാമണിയാണെങ്കിൽ എൻ്റെ ദൈവങ്ങളെ എൻ്റെ പ്രാർത്ഥന കേട്ടു, ഇനി ആ റിസൾട്ടും കൂടി വന്നാൽ മതി എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുക. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി ഇഷിതയുടെ മുന്നിൽ ഇഷിതയുടെ ഇങ്ങനെ ചുറ്റുപാട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെന്താണെന്നേ എനിക്കിവിടെ കിടന്നിങ്ങനെ മടുത്തു കേട്ടോ മഹേഷേ, ഇത് വല്ലാത്തൊരു ചതി തന്നെ ആയിപ്പോയിട്ടോ. എന്നിങ്ങനെ കിടത്തി ഇങ്ങനെ ഒന്ന് നോക്കണ്ടായിരുന്നു. ഇത് ചെറിയൊരു തലകറക്കം വന്നപ്പോൾ തന്നെ ഇങ്ങനെ വല്ല ടെസ്റ്റുകൾ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോൾ രാമനാണെങ്കിൽ മോളെ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണമെന്ന് ടെസ്റ്റ് എടുത്തെന്ന് വിചാരിച്ചാൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, നടത്തിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെസ്റ്റൊക്കെ നടത്തിക്കോ എന്നൊക്കെ ഇങ്ങനെ ഇഷിത പറയാം. അപ്പോഴാണ് ഡോക്ടർ റിസൾട്ടുമായിട്ട് വരുന്നത്. ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഡോക്ടറെ? ഇഷിതയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞെട്ടിപ്പോയി, ഇഷിതയും ഞെട്ടിപ്പോവാണ്. ആ പ്രശ്നം ഞാനായിട്ട് പറയുന്നില്ല, ഇഷിത ഡോക്ടറല്ലേ, അപ്പം അതുകൊണ്ട് ഇഷിതയ്ക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് പിടിച്ച റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിസൾട്ട് എടുത്ത് നമ്മുടെ ഇഷിതയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇഷിത അത് ഫുള്ളായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷിത അങ്ങോട്ട് ഞെട്ടിപ്പോയി. ഇഷിത കണ്ണുകളിങ്ങനെ ഇഷിതനെ നിറയാണ്. കാരണം അതിൽ എഴുതിയിരിക്കുന്നത് പ്രഗ്നൻസി പോസിറ്റീവാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട ഇഷിതയാണെങ്കിൽ ആകെ അമ്പര നിൽക്കുകയാണ്. ഇത് വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥ. കാരണം തനിക്ക് അമ്മയാകാൻ കഴിയില്ല എന്ന് വിധി എഴുതിയതാണ് അവിടെ. ആ ഒരു വിധിയെ എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് താനൊരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത ഈ റിസൾട്ടിലൂടെ ഇഷിത കാണുന്നത്. ഇത് കണ്ട ഇഷിത ആകെ പേടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇഷിതയുടെ അച്ഛനും അമ്മയൊക്കെ ചോദിക്കുകയാണ്, എന്താ ഡോക്ടർ, എന്താ പ്രശ്നം ഡോക്ടർ, ഞങ്ങളോടെങ്കിലും ഒന്ന് പറയാം. ഇഷിതേ ഒരമ്മയാകാൻ പോകുന്നു, ഷീസ് കെയറിങ് എന്നിങ്ങനെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും സന്തോഷം കൊണ്ട് മദ്യമർദ്ദന അവസ്ഥ നിൽക്കുകയാണ്. ഇഷിത ഡോക്ടറെ നോക്കുകയാണ്, മഹേഷിനെ നോക്കിയാണ്. മഹേഷ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് തലേക്ക് ഇങ്ങനെ കിടന്ന് ആട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ മഹേഷിന് ഇത് നേരത്തെ അറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന്. അപ്പോൾ ഡോക്ടറെ സത്യമാണ് ഡോക്ടറെ പറഞ്ഞത്, എനിക്ക് വിശ്വസിക്കാമോ ഇതെന്ന് ചോദിച്ചപ്പോഴേക്കും, എടോ ഡോക്ടർ ഇഷിത തനിക്കിത് വിശ്വസിക്കാം, ഉറപ്പായിട്ടും വിശ്വസിക്കാം. താനൊരു അമ്മയാകാൻ പോകുന്നു. തൻ്റെ ഒരു ആഗ്രഹമായിരുന്നില്ലേ തനിക്കൊരു അമ്മയാകണമെന്ന്, ഇനി ഒരു കുഞ്ഞിനെ താലോലിക്കാൻ തനിക്ക് എന്നിങ്ങനെ പറയാം. കേട്ട് ഇഷിത മനസ്സ് നിറഞ്ഞങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷിനെ നോക്കിയാണ്, ഡോക്ടർ പറഞ്ഞ സത്യമാണോ എന്നൊക്കെ ബാക്കിയുള്ളവരൊക്കെ ചോദിക്കണം. അതെ സത്യം തന്നെയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇനി സഫലമാകാനായിട്ട് പോവുകയാണെന്നൊക്കെ ഡോക്ടർ പറയണം. അപ്പോഴേക്കും ഇഷിതയാണെങ്കിൽ പെട്ടെന്ന് ബോധം കെട്ട് വീണ്ടും പോവുകയാണ്. അയ്യോ ഇഷിത എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കവളി തട്ടിങ്ങനെ വിളിക്കണം. പക്ഷേ ഇഷിത കണ്ണൂർക്കുന്നില്ല. നിങ്ങളൊക്കെ ഒന്ന് മാറി നിന്നുണ്ടേ, അത് കൂടുതൽ അൺകോൺഷ്യൻസ് ആയതാണ്, അതുകൊണ്ട് നിങ്ങളോട് മാറിക്ക്. സിസ്റ്ററെ BP ഒന്ന് ചെക്ക് ചെയ്യ് പെട്ടെന്ന്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇഷിതയുടെ BP ഒക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ മഹേഷ് ആണെങ്കിൽ സന്തോഷത്തോടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ഇഷിതയുടെ അമ്മയാണെങ്കിൽ പ്രിയാമണിയുടെ അച്ഛനും ആണെങ്കിൽ ആകെ ടെൻഷനില്ല. എൻ്റെ മോൾക്ക് എന്ത് പറ്റി പെട്ടെന്ന് ബോധം കിട്ടി വീണത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ രാമനാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുന്നേ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഇപ്പോൾ കിട്ടിയിരിക്കുകയല്ലേ, അപ്പോൾ ഒരു ടെൻഷൻ ആവണ്ട. ഇത് ഈ ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു ബോധക്കേട് വന്നതായിരിക്കുള്ളൂ ഇഷിതയ്ക്ക്, അല്ലാതെ കൂടുതലൊന്നും ഉണ്ടാവില്ല, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കൂ എന്നിങ്ങനെ പറയുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നുക. എന്നാൽ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ, അവൾക്കിപ്പോൾ ഒരു കുഞ്ഞിനെ തലവിളിക്കുന്ന ഭാഗ്യമൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതായാലും ആയിക്കോട്ടെ, ഇപ്പം സന്തോഷമായില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി, ഒത്തിരി സന്തോഷമായി. അങ്ങനെ നമ്മുടെ ഇഷിതയെ കാണിക്കുകയാണ്. ഇഷിതയാണെങ്കിൽ പതുക്കെ കണ്ണു തുറക്കുക, മഹേഷിനെ നോക്കിയാണ്. മഹേഷിനെ കണ്ടപ്പോഴേക്കും ഇഷിതയ്ക്ക് സന്തോഷം കൊണ്ട് വല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഇഷിതയെ ഒന്ന് തലോടുകയാണ്. അപ്പോൾ മഹേഷെ ഞാൻ പറഞ്ഞ സത്യം തന്നെ അല്ല, ഇതൊക്കെ ഞാൻ കേട്ടത് സത്യം തന്നെയാണോ മഹേഷ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇപ്പോഴും തനിക്ക് വിശ്വാസമില്ലേടോ, ആ റിസൾട്ട് കണ്ടത് മുഴുവനും സത്യം തന്നെയാണ്, താനൊരു അമ്മയാകാനായിട്ട് പോവാടോ, തൻ്റെ ആഗ്രഹം സഫലമാവുമല്ലേ, എല്ലാം ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമാണ്. എനിക്ക് ഏതായാലും ഡോക്ടറോട് നന്ദിയൊക്കെ പറയണം. അപ്പം എല്ലാവരും ഇങ്ങനെ ചുറ്റുകൂടി നിൽക്കുകയാണ്. ശരിയാ, നന്ദിയൊക്കെ പറയാനിരിക്കട്ടെ, പക്ഷേ ഇനിയും ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ടല്ലോ. ഇനിയും എന്തെങ്കിലും കാര്യങ്ങളോ? ഞാനിപ്പോൾ ഏതായാലും ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇഷിത, കുറേ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതറിഞ്ഞു കഴിയുമ്പോൾ ഇപ്പം തന്നെ ബോധം കിട്ടി വീണാലോ, അതുകൊണ്ട് എനിക്ക് പേടിയാ, അതുകൊണ്ട് ഞാനിപ്പോൾ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനിയും സസ്പെൻസ് ആണോ? അതെ, സസ്പെൻസ് ആയിട്ട് തന്നെ കരുതിക്കോ. എന്താ
അച്ഛനമ്മേ ഞാൻ ആ കാര്യങ്ങൾ പറയണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉറപ്പായിട്ടും അതെല്ലാം നിനക്ക് വിട്ടു തന്നിരിക്കുകയല്ലേ മഹേഷേ, നിനക്ക് ഇഷിതയോട് ആ കാര്യങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ഒരുമിച്ചേ വരുന്നുള്ളൂ, നിങ്ങളൊരു വണ്ടി കയറി പോയിക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് ഇപ്പോൾ റെസ്റ്റല്ലേ വേണ്ടത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് തനിച്ച് കുറേ കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. അതെല്ലാം പറഞ്ഞ് ഇഷിത സത്യാവസ്ഥകളെല്ലാം അറിഞ്ഞിട്ട് ശേഷമേ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇഷിത പറയുകയാണെങ്കിൽ ചിപ്പിമോളെ കാണാനായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അതിനെന്താ, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചിപ്പിയെ കാണാമല്ലോ, അല്ലെങ്കിൽ ചിപ്പിക്കൊരു കൂട്ട് വേണമെന്ന് ഒരുപാട് പറയണുണ്ട്. ഇപ്പം ഏതായാലും അവൾ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കേ അവളായിരിക്കുള്ള ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ രാമൻ പറയാം. അപ്പം അച്ഛൻ ചേച്ചിയോട് വിളിച്ച് പറയണേ, അതൊക്കെ പറഞ്ഞോളാം മോളെ, അതൊക്കെ ഞങ്ങൾ ഏറ്റു. അപ്പോൾ രാമൻ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരികയാണ്. ദേ മഹേഷേ, നീ തന്നെ ഇഷിതയുടെ വായിൽ വെച്ച് കൊടുക്ക്. അങ്ങനെ ഇഷിതയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇഷിതയുടെ കണ്ണുകളൊക്കെ നിറയുക. സന്തോഷക്കണ്ണീരാണ് നമ്മുടെ ഇഷിതയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മയോട് വിളിച്ച് പറഞ്ഞായിരുന്നോ? അയ്യോ എൻ്റെ കയ്യിൽ ഫോണില്ല മോളെ, ഞാൻ ഏതായാലും വീട്ടിലേക്കല്ല ചെല്ലുന്നത്, സ്വപ്നവല്ലിയോട് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് മഹേഷ് ഇഷിതരെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഏതായാലും തൻ്റെ വിശ്വാസം ഡോക്ടറിന് ട്രീറ്റ്മെൻറ്റ് ഫലിച്ചു എന്നല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ ആവാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരിവിടെ വരെയും പോകണം. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനുണ്ട്. ചില കാര്യങ്ങളൊക്കെ തന്നെ അറിയണം, ഇതിൻ്റെ സത്യാവസ്ഥ തനിക്കറിയണം എന്ന് മഹേഷ് പറയാ. അങ്ങനെ ഇഷിതയുടെ അച്ഛനും അമ്മയും കൂടെ പുറത്ത് നിൽക്കുക. അപ്പോൾ വാ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം എന്ന് മാഷെ, പെട്ടെന്ന് തന്നെ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതിന് മുമ്പ് എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ആർക്ക്? അതൊക്കെ ഇരിക്കട്ടെ. അങ്ങനെ കോൾ ചെയ്യണം. അപ്പോൾ ഡോക്ടർ ദേവികയ്ക്കാണ് കോൾ ചെയ്തത്. അപ്പോൾ ഡോക്ടർ ദേവിക ഫോൺ എടുക്കുകയാണ്. ഹലോ, ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ ദേവികയല്ലേ? അതെ, ഞാൻ ഡോക്ടർ ദേവികയാണ്. നിങ്ങൾ ആരാണ്? അതെ, ഞാൻ നിങ്ങളുടെ ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. സഹായമോ? ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അതെ, എൻ്റെ മകനെ ഒരു പെണ്ണിനായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. ഞങ്ങളുടെ കുടുംബത്തോട് ഒട്ടും യോജിക്കാത്ത പെണ്ണാണ്. ഞങ്ങളുടെ സ്റ്റാറ്റസ് എവിടെയാണ്, അവളുടെ സ്റ്റാറ്റസ് എവിടെയാണ്? അതേപോലെ ഒരു പെണ്ണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് കയറാനായിട്ട് പാടില്ല. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടർ സഹായിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടറെ, അവളെ ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ എങ്ങനെയെങ്കിലും എത്തിക്കാം. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ മതി, അവൾക്കൊരു അമ്മയാകാനായിട്ട് കഴിവില്ലെന്ന്. പിന്നെ എൻ്റെ അടുത്ത് ഡോക്ടറിൻ്റെ നമ്പർ തന്നതേ വേറെ ആരുമല്ല, മനസ്വിനി എന്ന് പറഞ്ഞ സ്ത്രീയാണ്. മനസ്വിനി പറഞ്ഞു ഡോക്ടർക്ക് എത്ര പൈസ കൊടുത്താലും ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു തന്നെ ഒന്ന്. ഡോക്ടറുടെ ഫീസ് എത്രയാണ്? ഡോക്ടർ എത്ര പണം ചോദിച്ചാലും ഞങ്ങൾ തരാൻ ഡോക്ടറെ എന്നിങ്ങനെ മാഷ് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണോ ഡോക്ടറെ? എങ്കിൽ പറയാം ഞാൻ ആരാണെന്ന്. നിങ്ങളെ വിധി എഴുതിയില്ലേ, ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ വിധി എഴുതിയ ആ പെൺകുട്ടി, ഡോക്ടർ ഇഷിതയുടെ അച്ഛനാണ് ഞാൻ. അവളെ എത്രമാത്രം വേദനിച്ചെന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷേ നിങ്ങളോട് അവൾ പകരം വീട്ടി കഴിഞ്ഞു ഡോക്ടറെ. എങ്ങനെയാണെന്ന് പറയട്ടെ, അവൾ എങ്ങനെയാണ് നിങ്ങളോട് പകരം വീട്ടിയെന്ന്. നിങ്ങളുടെ കൊച്ചുമോളെയും കൊണ്ട് നിങ്ങൾ ഒരുപാട് അലഞ്ഞില്ലേ നിങ്ങളുടെ കൊച്ചുമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ നിങ്ങളുടെ കൊച്ചുമോളുടെ ജീവൻ രക്ഷിച്ചതാരാ? അവസാനം എൻ്റെ മോളുടെ അടുത്തേക്ക് തന്നെ വന്നു നിങ്ങൾ, അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അവള് നിങ്ങളുടെ കൊച്ചുമോളുടെ ജീവൻ രക്ഷിച്ചു, നിങ്ങളോട് പകരം വീട്ടി ഡോക്ടറെ എന്നിങ്ങനെ ഡോക്ടറോട് പറയാ. ഡോക്ടർ ഇതിങ്ങനെ കരയാണ്. എൻ്റെ മോളെ ദൈവം അനുഗ്രഹിച്ചു, അവൾക്ക് വിശേഷമുണ്ട്, അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാകാനായിട്ട് പോവാണ് എന്ന് മാഷ് നല്ല ഗാംഭീര്യത്തോടു കൂടി തന്നെ പറയാണ്. നിങ്ങൾ കാരണം എൻ്റെ മോൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് പകരം വീട്ടേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാ. ഇതെല്ലാം കേട്ട് ഡോക്ടർ ഇരുന്ന് പൊട്ടിക്കരയാണ്. ഇതൊക്കെ പ്രിയാമണിക്ക് സന്തോഷം തോന്നി. കാരണം ഡോക്ടറോട് 2 വർത്തമാനം പറഞ്ഞപ്പോഴേക്കും പ്രിയാമണിക്ക് സന്തോഷവും തോന്നി. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.